ഹായ് മക്കളെ, +2 എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലായിരിക്കും നിങ്ങൾ എന്നെ കാണുന്നത്. അപ്പൊ +2 വാല്യുവേഷൻ കുറിച്ച് നിങ്ങളോടൊന്ന് സംസാരിക്കാനും കാര്യങ്ങളും ഒക്കെയാണ്. എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നൊക്കെ പലരും അല്ലെ പറയുന്നുണ്ട്. കുട്ടികൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് എ റിയാലിറ്റി. അപ്പം അത് വെച്ചിട്ട് എന്തൊക്കെയായിരിക്കും വാല്യുവേഷനിൽ മാറ്റങ്ങളുണ്ടോ അതിന്റെ ഒരു അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. മുഴുവനായിട്ട് കാണുക +2 വിദ്യാർത്ഥികളാണെങ്കിൽ. മക്കളെ, +2 എക്സാമിന്റെ ഒരു നിലവാരം ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം വരേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന പോലെ ചേഞ്ചസ് ഇപ്പം എല്ലാം മോഡൽ ക്വസ്റ്റ്യൻസ് സെയിം ആണ്, പഴയതാണെന്ന് പറഞ്ഞാൽ അതിന് മാറ്റം വരുത്തുന്ന ഒരു രീതിയാണ് ഇപ്പം എന്ത് ചെയ്തത് കണ്ടുകൊണ്ടിരിക്കുന്നത്. +2 CBSE നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചില പേപ്പറൊക്കെ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് IIT JEE മെയിൻ ലെവൽ വരെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഞാൻ എന്തിട്ടുണ്ട്, ചില ചോദ്യങ്ങളൊക്കെ ഫിസിക്സിലൊക്കെ ചില സെറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റേറ്റ് ലെവലും +2 എക്സാമിനേഷന്റെ നിലവാരം കൂട്ടുകയാണ്. അപ്പൊ അത് ഈ പറയുന്ന പോലെ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ആ ഒരു ചേഞ്ച് നല്ല രീതിയിൽ വരുത്തിയിരുന്നെങ്കിൽ കുട്ടികൾക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാമായിരുന്നു. അപ്പൊ നിലവാരം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ചോദ്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം കെമിസ്ട്രി ഒക്കെ നോക്കുന്ന സമയത്ത് NCERT നിന്ന് ഡയറക്ട്ലി എന്ത് ചെയ്യാണ്, പല സാധനങ്ങളും പിക്ക് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പം അലിലിക്കൊക്കെ എഴുതാൻ വേണ്ടി NCERT നോർമലി നമ്മൾ പറയുന്ന എക്സാമ്പിൾ അല്ലാത്ത എക്സാമ്പിളുകളൊക്കെ ഇപ്പം നീറ്റ് JEEക്ക് ഇപ്പൊ സൂപ്പർ കിങ്സ് ബാച്ചിൽ പഠിക്കുന്നവർക്കൊക്കെ ഇത് കൃത്യമായി ആ സ്ലൈഡുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ അതുപോലെ അഗ്നി ബാച്ചിലും പല കാര്യങ്ങളും പറഞ്ഞ് അതുപോലെ വന്നിട്ടുണ്ട്. അപ്പം അത് പല കുട്ടികൾക്കും ചിലപ്പോൾ പെട്ടെന്ന് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പം ഞാൻ ഇപ്പൊ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്, ഇപ്പം താലിമൈഡ് വ്യത്യാസം അറിയാത്ത ആളുകളുണ്ട്. ഇനി താലിമൈഡ് സിന്തസിസിന്റെ സ്റ്റെപ്പ് പഠിക്കാതെ അവിടെ ആരുണ്ടാകില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് പ്രീവിയസിൽ വന്നിട്ടുള്ളത്. പക്ഷെ ആ സ്റ്റെപ്പ് വരെ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. എത്രത്തോളം പേര് എഴുതുമെന്ന് നമുക്ക് അറിയില്ല. കാര്യം അത്ര ഡീപ്പായിട്ട് ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരു ബോർഡ് എക്സാം ലെവലിൽ. ഇപ്പൊ എൻട്രൻസിനാണെങ്കിൽ നമ്മൾ തറോ ലെവലിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും പല ആളുകൾ. ഞാൻ പറയുന്നത് ഞാൻ ആക്ച്വലി ഒരു ടോപ്പ് ലെയറിനെ മാത്രമല്ല, 10% ആളുകളെ അല്ല, ഞാൻ ബാക്കിയുള്ള 90% ആളുകളെയും കൂടെ എടുത്തുകൊണ്ടാണ് പറയുന്നത്. 90% ആളുകളിൽ എത്ര പേരത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. കാര്യം നമുക്ക് സംശയമാണ് എത്ര പേരത് പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അങ്ങനത്തെ കുറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി നിങ്ങൾ എല്ലാവരെയും കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ആക്ച്വലി ഇനി വരുന്ന വർഷങ്ങളിൽ +1 വിദ്യാർത്ഥികളൊക്കെ കാണുന്നതിൽ നിങ്ങൾ അല്ലെ അനിയന്മാരോടൊക്കെ പറയണം, NCERT തറോ ലെവലിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അത് നന്നായി എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ എൻട്രൻസിന് നന്നായി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് നന്നായി എഴുതാൻ പറ്റിയിട്ടുണ്ടാകും. അങ്ങനെ ഇല്ലാത്ത ആളുകളൊക്കെയാണ്, പലർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ പറയുന്നത്. അപ്പൊ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പം സ്വാഭാവികമായും ടീച്ചേഴ്സും ഇത് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. അപ്പം അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യുവേഷനിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യമെന്ന് പറയുന്നത്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ മാർക്ക് തരുന്ന രീതിയിൽ തന്നെ ആയിരിക്കും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വാല്യുവേഷനിൽ കൃത്യമായി ഇത്ര കാര്യങ്ങൾ എഴുതിയാൽ മാത്രം മാർക്ക് ഉണ്ട്, ഇന്ന പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന മാർക്കുകൾ കൊടുക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് വാല്യുവേഷൻ എന്ത് ചെയ്യുക, സ്ട്രക്ചർ വരിക. നിങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെയായിരിക്കും വാല്യുവേഷൻസ് നടക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആക്ച്വലി മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, അനിയന്മാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം ആ ലെവലിൽ തന്നെ, അതായത് NCERT കംപ്ലീറ്റ്ലി A to Z പഠിക്കുന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം. അവസാന ദിവസങ്ങളിൽ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം കൃത്യമായി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വാല്യുവേഷൻ കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കും വരിക. അതുകൊണ്ട് അത് ഓർത്ത് എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും, അത് കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചവർക്ക് നല്ല സ്കോറിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കും വരിക. കാര്യം നിങ്ങൾക്കും അറിയാം, പല അഡ്മിഷൻസും ഒക്കെ സിംഗിൾ വിൻഡോ ഒക്കെ അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം CBSE സ്റ്റേറ്റിനും ഒക്കെ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അത് ഒരുപാട് കുറഞ്ഞു പോയാൽ നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന അഡ്മിഷന്റെ ചാൻസ് കുറയുന്നതുകൊണ്ട് തന്നെ അതൊന്നും വരുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ആ ലെവലിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ, കാര്യം എല്ലാ അഡ്മിഷൻസും ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള, നിങ്ങളിപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെങ്കിൽ QAT എഴുതണം അല്ലേ. കേരളത്തിൽ ഏത് പ്രൊഫഷണൽ കോളേജിൽ കിട്ടണമെങ്കിലും നിങ്ങൾക്കറിയാം കീമോ പോലെയുള്ള എക്സാമിനേഷൻ, നീറ്റ് പോലെയുള്ള എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ പറ്റുള്ളൂ. എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കാണെങ്കിൽ IIT JEE മെയിൻ എക്സാമിനേഷൻ എഴുതിയാലാണ് NITകളിൽ കിട്ടുക. അഡ്വാൻസ് എഴുതിയാലാണ് അപ്പൊ എല്ലാം കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പൊ ഇതിന്റെ ട്രെൻഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ബോർഡ് എക്സാമും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രിപ്പറേഷൻ ആ ലെവലിൽ തന്നെ ആകുകയും വേണം. ഇനി അങ്ങനെ പ്രിപ്പയർ ചെയ്ത ആളുകൾക്കാണ് കോളേജിൽ ചെല്ലുമ്പോൾ ആദ്യ വർഷങ്ങളിലൊക്കെ
നല്ലപോലെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, പഠിക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ ആ ഒരു ചേഞ്ച് ഇപ്പൊ +2 വിദ്യാർത്ഥികൾ നിങ്ങൾ അനിയത്തിമാരോട് പറഞ്ഞു കൊടുക്കുക, ഇനി ഇങ്ങനെ ഒരു അവസരം അവർക്ക് ഉണ്ടാവാൻ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവാത്ത രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടി നിങ്ങൾക്ക് അവരോട് പറയാവുന്നതാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ എന്തായാലും എക്സാം എഴുതി കഴിഞ്ഞു, ഇനി ടീച്ചേഴ്സിന്റെ കയ്യിലാണ്. അവർ വാല്യുവേഷനിൽ അത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു കൺസിഡറേഷൻ തന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അവർ സപ്പോർട്ട് ചെയ്യും. ആ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇംപ്രൂവ്മെന്റ് ഒക്കെ ഇപ്പൊ ഇനിയിപ്പം മാത്സിന് ഇംപ്രൂവ്മെന്റ് എഴുതുന്ന ആളുകൾ ഉണ്ടാകും ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ. അതിനൊക്കെ നന്നായി പഠിക്കുക. +1 ചാനലുകളിൽ നമ്മൾ ആ ക്ലാസ് നടത്തുന്നുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് എൻസിആർടി കംപ്ലീറ്റ്ലി കവർ ചെയ്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ക്ലാസ്സുകൾ നൽകുന്നത്. ആ ക്ലാസ്സുകൾ കണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുമ്പോട്ട് പോകുക എന്നുള്ള കാര്യം കൃത്യമായി ചെയ്യുക. ഇനി +2 വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യത്തിനും കൂടെ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, മുമ്പോട്ട് പോവുകയാണ്. ഇപ്പൊ ക്രാഷ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, നീറ്റ് ജെഇഇ പോലെയുള്ള ക്രാഷ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ എന്നോട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, സാർ ക്രാഷ് പഠിച്ചാൽ എനിക്ക് ഈ പറയുന്ന പോലെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ക്രാഷിന് ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ, ഞാൻ അല്ലെങ്കിൽ ഡയറക്ട്ലി റിപ്പീറ്റിന് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് ഞാൻ പറയും, പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1 മാസം സമയമാണ് നമുക്ക് ഇനി മുമ്പിലുള്ളത്. അതായത് 27-ാം തീയതിയാണ് നമ്മുടെ എല്ലാ ബാച്ചിലേക്കുമുള്ള അഡ്മിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, നടത്താൻ വേണ്ടി പോകുന്നത്. അതായത് 27-ാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യും. മെഗാ അഡ്മിഷൻ ഡേ ആണ് 27. ക്രാഷ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏറ്റവും ഫുൾ സ്വിംഗിൽ മുമ്പോട്ട്. ഓൾറെഡി ക്രാഷിൽ ഇപ്പോൾ ഓഫ്ലൈൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ 5000-ഓളം കുട്ടികളാണ് 30 സെന്ററിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ട്, പലരും പല ദിവസങ്ങളായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്ത് പഠിത്തം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുമ്പിൽ 27-ാം തീയതിയാണ് മെജോറിറ്റി ആളുകളും വരാൻ വേണ്ടി പോകുന്നത്. അപ്പം 1 മാസം സമയമുണ്ട്. ഈ 1 മാസം സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ 1 വർഷം ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ചില ആളുകൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. ഈ 1 മാസം സമയം നിങ്ങൾ വെറുതെ കളയുകയാണെങ്കിൽ, നിങ്ങൾ ആയിരിക്കും ഞാൻ ഇത്രയും നേരം പഠിച്ചു, അയ്യോ ഞാൻ ഇമ്പ്രൂവ്മെന്റ് പഠിച്ചു, നിങ്ങൾ എല്ലാം ടയേർഡാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോഴും +2 കഴിഞ്ഞിട്ടില്ല, ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾ ഏത് സ്ഥലത്താണ് എത്തേണ്ടത്. ഇപ്പം ഒരു ഡോക്ടർ ആവാൻ പോകുന്ന ആളാണ്, MBBS എത്തിയാൽ അവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടേക്ക് കയറേണ്ട എൻട്രി പോയിന്റിൽ ആ ഗേറ്റിന്റെ മുമ്പ് നിൽക്കുക. അപ്പൊ ഗേറ്റ് തുറക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും എഫേർട്ട് ഇട്ടാലേ അത് തുറക്കുള്ളൂ. അപ്പൊ അതിനുള്ളൊരു മാസമാണ്. അപ്പൊ ആ 1 മാസം വെറുതെ കളഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഫിനാൻഷ്യൽ പ്രശ്നമാണെങ്കിൽ സൈലത്തിന്റെ യൂട്യൂബ് ഫോളോ ചെയ്യാം. ഇനി ഓൺലൈനിൽ ചേരാൻ പറ്റുമെങ്കിൽ 4999 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈലത്തിന്റെ എൻഡ് ഗെയിമുകൾ ജോയിൻ ചെയ്യാം. അഫോർഡബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് തീർക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലും ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് അതിലും ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ 30 സെന്ററുകളിൽ സൈലത്തിന്റെ തൊട്ടടുത്തുള്ള സെന്ററിൽ പോയി ജോയിൻ ചെയ്യാം. 5000-ഓളം കുട്ടികൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും അവരുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത് മുമ്പോട്ട്. അത്രയധികം ആളുകൾ ഡിറ്റർമൈൻ ചെയ്ത് പഠിക്കുന്നുണ്ട്, അത് നിങ്ങൾ അറിയാതെ പോകരുത്. അപ്പൊ എന്റെ ചോദ്യം അതായത് ക്രാഷിന് ജോയിൻ ചെയ്താൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. ക്രാഷിന് ജോയിൻ ചെയ്താൽ കിട്ടുമോ എന്നുള്ള തീരുമാനിക്കുക നിങ്ങൾ +1 +2 എങ്ങനെ വർക്ക് ചെയ്തു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഡെഫിനറ്റ്ലി ഓരോരുത്തരും ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ എന്നോട് ക്രാഷ് ജോയിൻ ചെയ്താൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കിട്ടുന്നില്ല. അവരെ കുറിച്ച് എനിക്ക് കൃത്യമായി +1 +2 അവരുടെ നോളജ് എന്താണെന്ന് എനിക്ക് അസസ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് പറയാൻ പറ്റും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ വേണ്ടി പറ്റും, അത് ചേരാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉള്ള ചാൻസസ് കുറയുമെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾ 1 മാസം ക്രാഷിന് പോവുകയാണ്. ആദ്യമായിട്ടായിരിക്കും പലരും MCQ മാർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഫിസിക്സ് കെമിസ്ട്രിയിൽ ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ബോർഡ് എക്സാമിൽ നിന്ന് എൻട്രൻസിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കുക. ബേസിക് മാത്തമാറ്റിക്സ് തൊട്ട് തുടങ്ങി നിങ്ങൾ അതിന്റെ കംപ്ലീറ്റ് സിലബസിലൂടെ കടന്നു പോകുമ്പോൾ എന്താണെന്നുള്ള പ്രോപ്പർ ഓറിയന്റേഷൻ ആൻഡ് അവയർനെസ് കിട്ടുക ഈ ക്രാഷ് പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോഴാണ്. അതിന് പ്രോപ്പർ പ്രിന്റഡ് DPP ഉൾപ്പെടെയാണ് സൈലം നൽകുന്നത്. അപ്പൊ അതിലൂടെ നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾക്കൊരു പ്രോപ്പർ ഓറിയന്റേഷൻ കിട്ടും. ആ 1 മാസം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നോളജ് ഉണ്ട്, അത് നിങ്ങളെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് വരും. കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ 1 വർഷം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അത്രത്തോളം യൂസ്ഫുൾ ആണ്. ഇനി അതല്ല നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ എത്തിപ്പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ അത്രത്തോളം ബേസ് സെറ്റാക്കാൻ വേണ്ടി ഈ 1 മാസത്തെ ഈ ഒരു പ്രോഗ്രാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മറക്കരുത്. അപ്പൊ ആ ഒരു പ്രോഗ്രാം നിങ്ങളെ സംബന്ധിച്ചുള്ള നോളജ് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഇനി ക്രാഷിലൂടെ നിങ്ങൾ ക്രാഷ് ചെയ്യാതെ ഒരാൾക്ക്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ക്രാഷ് ചെയ്യാതെ ഒരാൾക്ക് 100 മാർക്ക് കിട്ടി നീറ്റിന്. ക്രാഷ് നന്നായി എഫേർട്ട് ഇട്ടിട്ട് ഒരാൾക്ക് 680 ഒന്നും എത്താൻ പറ്റില്ല, പക്ഷെ അയാൾക്ക് ഒരു 350 മാർക്ക് കിട്ടി. നിങ്ങൾ പറ, ഇതിൽ ആർക്കായിരിക്കും റിപ്പീറ്റ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് കൂടുതൽ? എക്കായിരിക്കും, ബിക്കായിരിക്കും? നിങ്ങൾ പറ, ബിക്കായിരിക്കും. കാര്യം അവന് 350 മാർക്ക് കിട്ടി. അവനെ സംബന്ധിച്ചുള്ള 650 എത്താൻ വേണ്ടി അത്ര ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മതി. ഒന്നും പഠിക്കാതെ പോയാൽ 100 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ടെൻഷൻ, പിന്നെ അവനെ 650 എത്തുന്നുള്ള ടെൻഷൻ ആയിരിക്കും. അപ്പൊ ഇയാൾക്കായിരിക്കും സാധ്യത കൂടുതലും എന്ന് മീൻസ് കോൺഫിഡൻസ് കൂടുതൽ. സാധ്യത അല്ല, 100 മാർക്ക് മേടിച്ച ആളുകൾ പോലും രണ്ടാമത് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്യാത്ത ആളുകൾ പോലും സെക്കൻഡ് ചാൻസിൽ 1 വർഷം ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ കോൺഫിഡൻസ് കൂടുതൽ ആൾക്കായിരിക്കും ഇയാൾക്കായിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഒരു മാർക്കിലേക്കെങ്കിലും എത്താൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കണം നിങ്ങളുടെ ഈ 1 മാസം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഫ്രീ ആയിട്ട് സ്ഥലം യൂട്യൂബിൽ ക്ലാസ് നൽകുന്നത്, അതെങ്കിലും കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കണം 1 മാസം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻഡ് ഗെയിമിൽ ജോയിൻ ചെയ്യാം, 4999 എൻഡ് ഗെയിമിൽ ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനിലേക്ക് എന്ത് ചെയ്യാം, സ്ഥലത്തിന് 30 സെന്ററുകളാണ്, നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെന്ററുകളിലേക്ക് നിങ്ങൾക്ക് വരാം.
കാഞ്ഞങ്ങാട് തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാല് അല്ലെ, കണ്ണൂർ തലശ്ശേരി ഇങ്ങനെ വന്നാൽ കോഴിക്കോട് വടകര അല്ലെ, വടകര കോഴിക്കോട് തൊട്ട് അങ്ങ് നേരെ മലപ്പുറത്ത് 4 ഉണ്ട് അല്ലെ, തൃശ്ശൂരും ആളയിലും തൃശ്ശൂരും ഒക്കെ ആയിട്ട് പാലക്കാടുണ്ട് അല്ലെ, ആലപ്പുഴയുണ്ട്, എറണാകുളത്ത് 2 സ്ഥലം 3 സ്ഥലം, മൂവാറ്റുപുഴ, പാലാരിവട്ടം, കച്ചേരിപ്പടി, കോട്ടയത്ത് 4 സ്ഥലത്തുണ്ട്. കോട്ടയമുണ്ട്, തലയോലപ്പറമ്പുണ്ട്, ഈ പറയുന്ന പോലെ മുണ്ടക്കയമുണ്ട്, പാലയുണ്ട്, 4 സ്ഥലത്തുണ്ട്. ആലപ്പുഴയിലുണ്ട്, മീൻസ് ഈ പറയുന്ന പോലെ മാവേലിക്കരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ കൊല്ലത്ത് കൊട്ടാരക്കരയും കൊല്ലവും ഉണ്ട്, ട്രിവാൻഡ്രത്ത് ഈ പറയുന്ന പോലെ നെയ്യാറ്റിൻകരയുണ്ട്, സ്റ്റാച്യു ജംഗ്ഷനുണ്ട്, ശ്രീകാര്യത്തുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ഇത്രയും 30 സെന്ററുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വന്ന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡെയിലി അധ്യാപകരെ കണ്ട് ഡൗട്ട് ചോദിക്കാം, അവരോട് രാത്രി വരെ അവിടെ ഇരിക്കുക, ഡൗട്ട് ചോദിക്കാം. DPP എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുക. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ പ്രിന്റ് ആൻഡ് നോട്ട്സ് കൃത്യമായി തരുന്നുണ്ട്. അതിൽ നിന്ന് ചോദ്യങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പൊ അത് മൾട്ടിപ്പിൾ ടൈംസ് വായിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു മാസം കൊണ്ട് ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തിട്ട് നന്നായി പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ അവർക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റില്ല, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് പറയുന്നത്. ഇനി കീം ആണെങ്കിൽ നിങ്ങൾ കീം ക്രാഷ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രത്തോളം സീറ്റ്സ് ഉണ്ട്. അപ്പൊ കീമിന് ചേർന്നവർക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടും. നീറ്റുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് 1 നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചാൻസ് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാര്യം അതിന്റെ ബേസും കൂടെ വേണം, എന്നാലേ നമുക്ക് കിട്ടുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു വലിയ കോൺഫിഡൻസ് ബിൽഡിംഗ് ഒരു പ്രോസസ്സാണ് ഈ ഒരു മാസം നടക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ അതാണ് പറയുന്നത്. കീമുകാർക്ക് ഫസ്റ്റ് ചാൻസ് ക്രാക്ക് ചെയ്യാൻ ഇത് മാത്രം മതി. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. ക്രാഷിന് ചേർന്ന് പഠിച്ച് തന്നെ മുമ്പോട്ട് പോകുകയെന്ന് ഞാൻ എന്ത് ചെയ്യുള്ളൂ പറയുള്ളൂ. ക്രാഷിന് ചേരാൻ പറ്റില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ യൂട്യൂബ് ഫോളോ ചെയ്ത് ഒരു മാസം കളയരുത് എന്ന് മാത്രമാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. ഇത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം, അറിയിക്കണം ഇങ്ങനത്തെ ഒരു കാര്യം. ഡൗട്ട് കാര്യങ്ങളായിട്ട് നിൽക്കരുത്. അപ്പൊ +2 എക്സാം ഒക്കെ കഴിഞ്ഞു, അത് പോയി. ഇനി നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാലോചിച്ച് ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യരുത്, കളയരുത്, പ്രഷർ അടിച്ചിരിക്കരുത്. എന്താവും എന്നുള്ള ടെൻഷനിൽ എന്ത് ചെയ്ത് മുമ്പോട്ട് പോകരുത്. അത് കഴിഞ്ഞു, അതൊരു വാല്യുവേഷൻ എന്ത് ചെയ്തോളൂ, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പൊക്കോളും. ഇപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്തേക്ക് കയറാൻ വേണ്ടി പോവാൻ. ആ മാർക്കൊന്നും നീറ്റ് ഈ പറയുന്ന ജെയിലൊന്നും എടുക്കില്ല. കീമിലെടുക്കും, പക്ഷെ നീറ്റ് ജെയിലൊന്നും എന്ത് ചെയ്യില്ല, ആ മാർക്ക് എടുക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മാർക്ക് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നുള്ള കോൺഫിഡൻസ് ആയിരിക്കും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്. മുമ്പോട്ട് പോകാൻ അടിപൊളിയായിട്ട് പഠിച്ച് MCQ ഒക്കെ തകർത്ത് പഠിച്ച് മുമ്പോട്ട് പോവാം. നിങ്ങളെ കൊണ്ട് നേടാൻ സാധിക്കും. നമ്മൾ കൂടെ ഉണ്ടാകും. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് മുമ്പോട്ട് പോവാം. ഒരു മാസം നമ്മൾ ഉഷാറായിട്ട് നേരിടും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.